എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്കുള്ള യാത്ര നമ്മളിപ്പോൾ കർണാടകയിലെ ബിരൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് രാവിലെ കുറച്ച് ഡീസലൊക്കെ അടിച്ചിട്ട് പോകാം. പണ്ടത്തെ പോലല്ല, ഇവിടെ കർണാടകയിലും ഡീസലിന് വിലയൊക്കെ കൂടി കേട്ടോ. 92 രൂപ 30 പൈസയാവും. നേരത്തെ 87 രൂപ 88 രൂപ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടുന്ന് ഫുൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, ഇപ്പം മഹാരാഷ്ട്രയിലും 90 ചില്ലറൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡീസലൊക്കെ അടിച്ചു, നേരെ നേപ്പാളിന് വിട്ടേക്കാം. ഇന്നലെ രാത്രി നമ്മൾ 12:30 വന്ന് കിടന്നപ്പം രാവിലെ 6:15 അലാറം ഒക്കെ വെച്ച് ഞാൻ എണീറ്റാ. സമയം 7:45 കഴിഞ്ഞു. ഡീസലൊക്കെ അടിച്ചെടുത്തപ്പോഴത്തേക്കും നല്ല സുഖം ഉറക്കമായിരുന്നു, ഒന്നും അറിഞ്ഞില്ല. ഇവിടെയാണെങ്കിൽ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അതെ, ഇതിനകത്ത് കൊതുകുണ്ട്, ഇതിനെല്ലാം ഒന്ന് ഇറക്കി വിടണം കേട്ടോ. അത് ഡോറ് തുറന്ന് വെച്ചോണ്ട് ഡോറ് തുറക്കുമ്പോൾ കയറുന്ന. പക്ഷെ ഇവിടുത്തെ കൊതുക് മര്യാദയുള്ള കൊതുക്, രാത്രി എന്നെ കുത്തിയില്ല. വലിയ ശല്യം ഇല്ലായിരുന്നു അല്ലേ? ഇല്ലായിരുന്നു. ഗ്ലാസ് താത്തി വെക്കുമ്പോഴേ നല്ല തണുത്ത കാറ്റാ ഇങ്ങനെ വരുന്നത്. തണുപ്പാ ഇവിടെ, നല്ല സുഖമായിരുന്നു. നല്ല സുഖകരമായ കാലാവസ്ഥ. ഇവിടുത്തെ വീടുകളെല്ലാം ഓടിട്ട ചെറിയ വീടുകളാണ്. ഓടൊത്തിരി ചായച്ച ഇട്ടേക്കുന്നത് അല്ലേ? നല്ല ചായ, പൊക്കം കുറവാ, പക്ഷെ അത്ര ചെറിയ വീടൊന്നും അല്ല. ചെറിയ വീടല്ല, അതിലേന്ന് കണ്ടപ്പോൾ അങ്ങനെ തോന്നി. രാവിലെ നമ്മൾ കർണാടകയുടെ സ്റ്റേറ്റ് ഹൈവേ കൂടെയാണ് പോകുന്നത്, SH 76. കമുകും തെങ്ങും എന്തോരം എന്നൊക്കെ. കമുക കൂടുതലും തോന്നും കേട്ടോ. കമുക കൂടുതൽ, കമുകിന്റെ ഇഷ്ടംപോലെ തോട്ടങ്ങളുണ്ട്, തെങ്ങുമുണ്ട്. അതെ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അടയ്ക്ക ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയിലാണ്. പിന്നെ നമ്മുടെ കേരളം, മിസോറാം, മേഘാലയ എന്നീ സംസ്ഥാനങ്ങളൊക്കെയാണ്. കർണാടകയിലെ ഈ സൈഡിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ അടയ്ക്ക കൃഷി ഉള്ളത്. കൊടക്, അതുപോലെ മംഗളൂർ സൈഡെല്ലാം ഇഷ്ടംപോലെ അടയ്ക്ക കൃഷിയുള്ള സ്ഥലങ്ങളാണ്. അതുണ്ടോ, ഒരു വട്ടം കച്ചിങ് കൊണ്ട് പിള്ളേർ പോകുന്നുണ്ടോ സൈക്കിളിൽ. ഇവിടെ എല്ലാം കൃഷിക്കാരാണ് ഏറ്റവും കൂടുതൽ. പുത്തേ ട്രാവലോൻ്റെ K2K വുമൺ ട്രക്ക് ട്രെയിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഈ അടയ്ക്ക കൃഷി ചെയ്യുന്നതേ, കമുക് കൃഷി ചെയ്യുന്നതെല്ലാം അടുപ്പിച്ചടുപ്പിച്ചാ, തൊട്ടടുത്തടുത്ത്. പഴയ ഒരു ടോൾ പ്ലാസ ആണല്ലോ, ജവൂർ ടോൾ പ്ലാസ. 195 രൂപ. ഈ റോഡിന് ഇതൊക്കെ മതി. അതെ, അല്ല റോഡ് നല്ലതാണല്ലോ. റോഡ് നല്ല കേട്ടോ, ഡബിൾ ലൈൻ ആണെങ്കിലും നല്ല റോഡാണ്, നല്ല വഴിയാ. വഴിയിൽ വല്ല തിരക്കുമില്ല. വേറെ ഒരു കൃഷിയും കാണാനില്ല, അടയ്ക്കാമരം മാത്രമേ കാണുന്നുള്ളൂ. അടയ്ക്കായും തെങ്ങുണ്ട്. തെങ്ങ് ഇതിനിടയ്ക്കൂടെ തെങ്ങ് വെച്ചിട്ടുണ്ട്. പഴുക്കാ പറിക്കാൻ എളുപ്പമുണ്ടോ? ഒരു കമുകയിൽ നിന്ന് അടുത്ത കമുകയിലോട്ട് ചാടിയാൽ മതി. ഇഷ്ടം പോലെ വെള്ളം, ഇതൊരു ലേക്കാ. ബുക്കാമ്പുതിക്കരയാ. കരയെന്ന് പറഞ്ഞാൽ ലേക്ക്, കുളം, പോണ്ട്, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥം. എല്ലാം തന്നെ കന്നഡയിലാ. കരിക്ക് ലോഡ് കയറ്റുന്നുണ്ടോ? തമിഴ്നാട് വണ്ടിയല്ലേ, കരിക്ക് കൊണ്ടുവന്ന കയറ്റുന്ന. ഡൽഹിയിലൊക്കെ ചെല്ലുമ്പോഴത്തേന് ഈ കരിക്കിന്റെ ആ ഒറിജിനൽ ടേസ്റ്റ് അങ്ങ് കുറയല്ലേ. ചെറിയൊരു വാട്ടം സംഭവിക്കും. അതിലും നമുക്ക് ഇവിടുന്ന് അല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് കരിക്ക് മേടിച്ച് കുടിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടോ കുറച്ച് കഴിയുമ്പോൾ? അതൊരു തട്ട് കടയാണ്, വല്ല ദോശയൊക്കെ കിട്ടും. മുന്നോട്ട് നോക്കാം. നമ്മുടെ കോയ ഏറ്റവും ഇല്ലല്ലോ. ഇവിടുത്തെ വീടുകളുണ്ടോ? എല്ലാം ചെറിയ ചെറിയ വീടുകൾ, നല്ല വീടുകളല്ലേ. രാവിലെ പാല് മേടിക്കാൻ വേണ്ടി നിർത്തിയ. രാവിലെ എന്നാൽ പിന്നെ കട നോക്കിയിട്ട് നല്ല കടയൊന്നും കണ്ടില്ല. പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് ഉണ്ടാക്കി കഴിച്ചേക്കാം. കോയ എഴുന്നേറ്റിട്ടുണ്ട്. കോയ എഴുന്നേറ്റ് സൈഡിൽ ഇരിപ്പുണ്ട്. ഇങ്ങനൊന്നും പറ്റിയല്ലോ കേട്ടോ, അല്ലേ? രാവിലെ എണീറ്റ് ഗ്ലാസ് ഉടയ്ക്കുകയും ടയർ നോക്കുകയൊക്കെ ചെയ്യേണ്ടതാ. അത് രാത്രി നോക്കിയിട്ട് കിടന്നെന്ന് പറഞ്ഞാൽ രാവിലെ നോക്കണം. അതെ, രാവിലെ നോക്കണം. അപ്പം പിന്നെ രാവിലെ തൊട്ട് ഞങ്ങൾ വിളിക്കുന്ന കേൾക്കാന്ന് പറഞ്ഞു. 6:15 ആയപ്പോ തൊട്ട് ഞാൻ വിളിക്കുന്ന. ഞാൻ പറഞ്ഞല്ലേ എന്തിനാ രാവിലെ വിളിക്കണേ, രാത്രി നിങ്ങൾ എപ്പോ വേണേലും വിളിച്ചോ. അപ്പം ഇന്നോട്ട് അതേ രക്ഷയുള്ളെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, രാത്രി നമുക്ക് ഓടിക്കാൻ കൊടുക്കാം, അതാ നല്ലത്. ഞാൻ എണീറ്റ് കഴിയുമ്പോ ഞാൻ പകലും ഇരുന്ന് ഓടിച്ചോളാം.
പകലും രാത്രി ഇടിച്ചോളാം തന്നെ ബാധിക്കുന്ന കാര്യമില്ല. വെളുപ്പിനെ വിളിക്കരുത്. ഇതുകൊണ്ട് ഇതൊരു ആർട്ടിഫിഷ്യൽ ലേക്കാ. എനിക്ക് തോന്നുന്നു ഈ കൃഷിക്കായിട്ടൊക്കെ വേണ്ടി നിർമ്മിച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ചാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പം ഇഷ്ടംപോലെ വെള്ളം ഉണ്ടല്ലോ, കൃഷിക്കൊക്കെ എടുക്കുകയും ചെയ്യാം. അതെ അതെ, നല്ല തെളിഞ്ഞ വെള്ളവും ഒരു വേസ്റ്റും ഇല്ല ഇതിനകത്ത്. ഒരു പ്ലാസ്റ്റിക്കോ ഒരു കുപ്പിയോ ഒന്നുമില്ല. അത് അധികം ആൾക്കാർ വരുന്നില്ലാത്തതുകൊണ്ട് അതിലേക്ക്. അല്ല, ഇവിടെ കൃഷിക്കാരായിരിക്കുമല്ലോ അത് ഉപയോഗിക്കുന്നത്. അവർ നല്ല നീറ്റായിട്ട് നോക്കുന്നുണ്ട്. ഇവരെ ട്രാക്ടറും കൊണ്ട് വരുന്ന വണ്ടിയാ, കണ്ടോ, നീളമുള്ള വണ്ടി, ഉള്ളിയുള്ള വണ്ടിയാ. ഇപ്പോഴേ ഇവിടെ എങ്ങനെ നിർത്തിയാൽ മതി, തണൽ വേണമെന്നില്ല, നമ്മുടെ വണ്ടിയുടെ നിഴലുണ്ട് നല്ലപോലെ. അപ്പം ഇന്നും നമ്മൾ കന്നഡ ഗ്രാമങ്ങളിൽ കൂടെയാണ്. നമുക്ക് ആ പോളണ്ടിൻ്റെ ഒരു ടാങ്കിലെ സെൻസർ മാറാനുണ്ട്. ഇന്നലെ അലാറം അടിക്കുന്നത് കേൾക്കുന്നില്ല, ഇന്നും ചില സമയത്തൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മിക്കവാറും ചിത്രദുർഗയിലെ ഷോറൂം ഉള്ളെന്ന് തോന്നുന്നു. അത് റെഡിയാക്കിയിട്ട് വേണം പോകാൻ. അത് ചില സമയത്ത് അലാറം അടിച്ചു കഴിഞ്ഞാൽ ചെവിക്കല്ലേ. അയ്യോ, അതെ അതെ, ചെവി അടിച്ചു പോകുന്നു. അത് കൂളൻ്റ് ലെവൽ കുറഞ്ഞാൽ അലാറം അടിക്കുന്ന പോലെ സെറ്റാക്കിയേക്കുന്നത്. പക്ഷെ ആ സെൻസറിന് എന്തോ പറ്റി. ഇപ്പം നമ്മുടെ കൂളൻ്റ് ഉണ്ട്, പക്ഷെ എന്നിട്ടും അലാറം അടിക്കുക. അപ്പോൾ സെൻസർ എന്തോ കംപ്ലൈൻ്റ് ആയിപ്പോയി. സെൻസർ മാറേണ്ടി വരും, ആ ടാങ്ക് മാറേണ്ടി വരും. സെൻസറായിട്ട് മാറത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് യാത്ര തുടരാം. കുക്ക് ഇറങ്ങി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിക്കേ. അതെ. അപ്പോൾ ഇന്നത്തെ കുക്കിങ് ചേട്ടായുടെ വകയല്ലേ? അല്ല, അടുക്കള തുറന്നു തരാം. കുക്ക് ചെയ്യണേ കുക്ക് ചെയ്യും, അത് വേറെ കാര്യം. തുറക്കാനൊക്കെ എനിക്കറിയാം. ആ, എന്നാലും രണ്ട് സ്റ്റൗവിലും കാര്യങ്ങൾ പടപെടാൻ നടന്നോട്ടോ കേട്ടോ. വന്നിരുന്ന് ഏത്തപ്പഴമൊക്കെ അരിഞ്ഞ് തരാനുള്ളതിനെ നോക്കി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാ കവർവാല മേടിച്ചോട്ടോ. അവിടെ നാടൻ പാല് ഞാൻ നോക്കിയായിരുന്നു, കിട്ടിയില്ല. അതുകൊണ്ട് കവർവാലിന് അത് ഞാൻ ഇച്ചിരി ഇഞ്ചിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇടാനായിട്ട്. ആ ഇഞ്ചി ചിരണ്ടി തന്നേ, ചിരണ്ടി ഇടിച്ചേ. അപ്പോഴേ നമ്മൾ പണ്ട് സവോള പൊളിച്ചിട്ടേ സവോളയുടെ തൊലി അവിടെ ഇട്ടെന്ന് ഒരു കമൻറ്റ് വന്നായിരുന്നു, നിങ്ങൾ അവിടെ എല്ലാം വൃത്തികേടാക്കിയെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ഈ വന്നേക്കുന്ന സ്ഥലത്ത് ഇതേ അവിടെ പ്ലാസ്റ്റിക് കുപ്പിയും വേറെ വേസ്റ്റൊക്കെ കിടപ്പുണ്ട്. അത് നമ്മളിട്ടല്ല കേട്ടോ, അല്ല, നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും വഴിയിൽ അങ്ങനെ ഇടാറില്ല. ഈ പഴുത്തൊലി ഇവിടെ ഇട്ടാൽ അത് ഇച്ചിരി കഴിയുമ്പോൾ ഏതെങ്കിലും പശു വന്ന് തിന്നോളൂ, ഇല്ലെങ്കിൽ അത് അവിടെ കിടന്ന് പിന്നെ നശിച്ചു പോക്കോളൂ. ഏത്തപ്പഴം ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട് നെയ്യ് കല്ലിലോട്ട് ഒഴിച്ചിട്ട് നെയ്ക്കകത്ത് ഒഴിച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കും. അത് എണ്ണ അടുക്കി പെറുക്കി വെക്കുകയാണോ? നെയ്യ് ഒഴി, നെയ്യില്ലല്ലോ അതിനകത്തുണ്ടോ? നെയ്യ് കുറച്ച് ഒഴിച്ചാൽ നെയ്യൊക്കെ തണുത്തിട്ടേ ഉറങ്ങിയിരിക്കുക. നല്ല ശുദ്ധമായ നെയ്യ്. ഇതെല്ലാം തിരിച്ചിട്ടോ? ഇവിടെ തിരിച്ചിട്ടു തണുത്ത് പോയത് കൊള്ളേട്ടോ. ചൂടോടെ കഴിക്കണമെന്നേ. കഴിച്ചോ അത് താൻ കഴിച്ചോ. കഴിച്ചു, ചൂടോടെ കഴിച്ചോ. നല്ലപോലെ ഉണക്കി എടുക്കണം കേട്ടോ, മുരിച്ച്. അത് ആദ്യം എടുത്ത് അതിൻ്റെ ഒരു സൈഡ് മുരിഞ്ഞോ നോക്കിക്കല്ലേ. മുരിഞ്ഞാണ് ടേസ്റ്റ്. യൂണിഫോം ഉണ്ടല്ലോ. ഇഞ്ചി എന്തിടോ? അത് അരച്ചല്ലോ, അരച്ചെടുത്ത പോലെ ആക്കിയല്ലോ. അതിന്റെ പദം വരുത്തി. നല്ല രസമുണ്ടായിരുന്നു ഇടിച്ചോണ്ടിരിക്കാൻ. ചായ ഇത്രയും തിളച്ചു വന്നിട്ട് അമ്മ റിയാക്ഷൻ ഇല്ലാണ്ടിരിക്കുന്നത്. അത് പോയാലും എവിടെ വരെ പോകുന്നുള്ള അറിയാം, അതുകൊണ്ടാ. നിങ്ങൾക്ക് ചായ വേണ്ടായിരിക്കുമല്ലോ, നിങ്ങൾ രണ്ടും ചായ കുടിക്കാത്ത ആൾക്കാരാണല്ലോ. ഇത് 1 ലിറ്റർ പാല് ചേട്ടായി തന്നെ കുടിക്കേണ്ടി വരുമല്ലോ. മധുരം ഉണ്ടോ എന്ന് നോക്കണേ. മധുരം ഞാൻ ഇച്ചിരി കുറച്ചായിട്ട്. മധുരം കുറച്ച് മതി. ഇത് മധുരം ആയതുകൊണ്ട് എൻ്റെ കയ്യിലോട്ട് ഒഴിച്ചേക്കല്ലേ. ഞാൻ അങ്ങനെ ചെയ്യുമോ അല്ലേ മുത്തേ? മധുരം തീർത്ത് പറയാം. ചായയോ? അത് തീർത്തങ്ങ് എടുത്തു. മുമ്പേ വന്ന ആളുടെ കൂട്ടുകാരനാ. അതാ മുമ്പേ ആ പുള്ളി വന്നിട്ട് പോകുന്നതിന് പറയുന്നു കൂട്ടുകാരൻ വരും. നാഗ്പൂര് വെച്ച് നമ്മളെ കണ്ടായിരുന്നു. ഓക്കെ. അപ്പം ഡ്യൂട്ടി ചേഞ്ചായി, കോ ഡ്രൈവർ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ട്, ആക്റ്റീവായിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ നേരം വെളുക്കുന്നിടം വരെ ഓടിച്ചോളും. അതങ്ങനെ കുഴപ്പമൊന്നുമില്ല, എണീക്കുമ്പോ താമസമുള്ളൂ. വെളുപ്പിനെ കുറച്ച് നേരം ഉറങ്ങാൻ കൊടുക്കണം, നേരം വെളുത്ത് കഴിഞ്ഞ് കേൾക്കുള്ളൂ. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇനി ഉച്ചയ്ക്കൊന്നും കഴിക്കണമെന്നില്ലെന്നാ. അല്ലെങ്കിലും പഴയ കഞ്ഞി കുറച്ചേ ഉള്ളൂ. എണീറ്റ് പോയിട്ട് ഈ ബെഡ്ഷീറ്റ് ഒക്കെ മടക്കി വെച്ചോ? ബെഡ്ഷീറ്റ് ഏറ്റില്ലായിരുന്നല്ലോ, ഞാൻ എണീറ്റ് മൊത്തം മടക്കി വെച്ചു.
ചേട്ടായി എണീറ്റ് പോയപ്പോ മടക്കിയില്ല. ഞാനത് മടക്കാനിരുന്നു. അപ്പഴെന്നോട് പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങി വരാൻ തന്നെ അങ്ങോട്ട് വിളിച്ചു. അതന്നെയല്ല, ഞാനിനി ബെഡ്ഷീറ്റ് മടക്കാൻ എന്തേലും എന്നെ നമ്മള് ചെന്ന് കഴിഞ്ഞാൽ അതൊന്നും ഇഷ്ടമില്ല, അതൊക്കെ ഞാൻ ചെയ്തോളാന്ന് പറയും. എനിക്ക് വയ്യ. കള്ളമില്ല. ഇപ്പൊ കുക്ക് ചെയ്യാൻ നേരം ഞങ്ങൾ ആരെങ്കിലും കുക്ക് ചെയ്യാൻ അവിടെ വന്ന് എന്നേലും അഭിപ്രായം പറയുകയോ ചെയ്താലേ സമാധാനമേ ഉള്ളൂ. അത് ടേസ്റ്റിന് വല്ലതും കഴിക്കണ്ടേ എന്ന് ഓർത്തു. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതും. ഞാൻ എണീറ്റ് പോകുന്ന ഒരേ ഷീറ്റ് നനഞ്ഞിട്ടില്ല. നീ ഷീറ്റ് എങ്ങനെ നനഞ്ഞു? എന്നാ കടന്നു ഷീറ്റ് അല്ല അവിടെ നീക്കി കിടത്തിയായിരുന്നു. ഞാൻ അങ്ങോട്ട് നീ കിടന്നാളാ. കിടന്നു പുള്ളിയായിരിക്കും. നമ്മളെ ഇത്തവണ ഏതൊക്കെ സ്റ്റേറ്റിൽ കൂടാ പോകുന്നേ? നമുക്ക് വേണമെങ്കിൽ 2-3 വഴിക്ക് പോവാം. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നേ നമ്മളിപ്പം കേരളം, കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, നേരെ നേപ്പാളിലേക്ക്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വേണേ തെലുങ്കാന, ആന്ധ്രയൊക്കെ കൂടി പോവാം. തിരിച്ചു വരും വേണേൽ തമിഴ്നാടൊക്കെ കൂടി വേണേലും വരാം. അത് പിന്നെ സാഹചര്യം പോലെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ, അതെ, എങ്ങോട്ടാ ഏത് വഴിയാന്നൊക്കെ തീരുമാനിക്കാം. മുന്നേ പോകുന്ന നേതാവാന്ന് തോന്നല്ലോ. പശുവാണോ നേതാവ്? നേതാവാകാലോ. അതുകൊണ്ടാ പിന്നെ കമുകയിലെല്ലാം കയറ്റി വിട്ടേക്കുന്ന വെറ്റക്കൊടിയാ. അപ്പം ഇടവിളയാട്ടോ, ഇടവേള കൃഷിയാ. ദാവൺഗര 65 കിലോമീറ്റർ, ഷിമോഗ 52. എല്ലാം ഓടിട്ട വീടുകളാണ് കൂടുതലും. രാമഗിരി, ഈ സ്ഥലപ്പേര് പണ്ടോമട്ടി എന്നാണ്. ഈ ഗ്രാമത്തിന്റെ പേര് മാവിനഹൊള എന്നാണ്. എല്ലാ വീടുകളും ഒരുപോലെ അല്ലേ? മുനിസിപ്പൽ കൗൺസിൽ ചന്നഗിരി. താങ്ക് യു, വിസിറ്റ് അഗൈൻ. ഇപ്പം ചന്നഗിരിയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ സ്ഥലം. അതെ, കുറേ നേരമായി നല്ല കമുകിൻതോപ്പൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. ഇന്നലെ തൊട്ട് കാണാൻ തുടങ്ങിയതാണ്. ഇന്നലെ തൊട്ടല്ല പറഞ്ഞാൽ നല്ല കമുകിൻതോപ്പ്. എവിടെ നോക്കിയാലും ഇഷ്ടം പോലെ കമുകിൻതോപ്പ്. പക്ഷെ ഇപ്പം അടയ്ക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അടയ്ക്കൊക്കെ ഉണ്ടാകുന്നുള്ളെന്ന് തോന്നുന്നു. അന്നേരം തൊട്ട് ഒന്ന് ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ഇന്നലെ നല്ല മഴ പെയ്തെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, മണ്ണൊക്കെ നല്ല നനഞ്ഞു കിടക്കും. ഇത് ഇഷ്ടം പോലെ പാള കിടക്കുന്നു. ഇവർക്ക് പാളയൊന്നും വേണ്ടേവാ. പാള വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ലോഡായിട്ട്. മുമ്പേ ഒരു വണ്ടി പോകുന്നുണ്ടോ? എന്തുണ്ടോ ഇതൊക്കെ എടുത്തോണ്ട് പോകും. എടുത്തോണ്ട് പോകുന്നതായിരിക്കും പ്ലേറ്റ് ഉണ്ടാക്കാനൊക്കെ. പിന്നെ ഈ പായ്ക്ക് ചെയ്യാനൊക്കെ കൊണ്ടുപോകുന്നുണ്ടെന്ന് തോന്നുന്നു ഓരോ സാധനങ്ങൾ. നമ്മളെ കണ്ടില്ലേ വെറ്റ പായ്ക്ക് ചെയ്ത് വന്നിട്ടുണ്ടല്ലേ. ഇപ്പോഴേ ഒറ്റ അടയ്ക്ക പോലും ഇല്ല. അടയ്ക്കയുടെ സീസൺ കഴിഞ്ഞു. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ പാളയിലിരുന്ന് വലിച്ചോണ്ട് പോകലായിരുന്നു. വേറെ വണ്ടിയൊന്നും ഇല്ലായിരുന്നല്ലോ, സൈക്കിളൊന്നും ഇല്ലായിരുന്നല്ലോ. എനിക്കൊരു 4 വീലം വണ്ടി ഉണ്ടായിരുന്നു, തടിയും കൊണ്ട്. ഒക്കെ നല്ലപോലെ വളമിടുന്ന കേട്ടോ ഇതിനകത്തെല്ലാം. അതുകൊണ്ട് നനയ്ക്കാൻ ഓസും ഇട്ടിട്ടുണ്ട്. നനയ്ക്കുന്നുണ്ട്, നല്ലപോലെ വളമൊക്കെ ഇട്ട് നല്ലപോലെ പരിപാലിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള വിളവും കിട്ടും. ഒരേ ലൈനിലല്ലേ നട്ടേക്കുന്നത് കേട്ടോ, നല്ല രസമാണ്. അത് നമ്മൾ ഏത് തോട്ടത്തിൽ ചെന്നാലും അങ്ങനെ, കൃഷികളാണേലും എല്ലാം അങ്ങനെ തന്നെ. ഇവിടെ വന്നിട്ടേ അങ്ങോട്ട് നോക്കുമ്പോൾ ഇത് ഒറ്റ ലൈൻ ഇങ്ങനെ ഇതുണ്ടോ, ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇതും അതുപോലെ തന്നെ. ഇങ്ങനെ നോക്കിയാലും അല്ല അതിനകത്ത്. ശരിയാ, ഇടയ്ക്ക് തെങ്ങുമുണ്ട്. കൂളൻ്റെ നല്ലപോലെ ലീക്ക് ആവുന്നുണ്ട്. കൂളൻ്റെ ലീക്ക് ഉണ്ട്, പക്ഷെ കുറവില്ല, അധികം കുറച്ചേ കുറവുള്ളൂ. പക്ഷെ ഇന്നലെ ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇന്നലെ ഇത്ര ലീക്ക് ഇല്ലായിരുന്നു. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് കാണിക്കാം. നല്ല പച്ച കളർ. ഇതെല്ലാം കമുക് തൈ വെച്ചേക്കുന്ന. ഇതുണ്ടോ പാള കൊണ്ടുപോകുന്നുണ്ടോ? ഡ്രൈവറെ പെട്ടെന്ന് പോട്ടെ, അവിടെ ചെന്നിട്ട് നമുക്ക് ഈ കംപ്ലൈന്റ് നോക്കിയിട്ട് വേണം പോവാൻ. ഡ്രൈവർ ഇങ്ങോട്ട് വന്ന പോലുള്ള ഒരു സ്പീഡില്ല ഇപ്പൊ പോവാൻ. ഇങ്ങോട്ട് പറന്ന് വരുമായിരുന്നു. അടക്കത്തോട്ടത്തിൽ ഇറങ്ങി വരുമായിരുന്നല്ലേ, പാളയിലിരുന്ന് വലിക്കായിരുന്നു. അല്ല, ഒരു പാള എടുത്ത് വണ്ടിയെ വെച്ചാൽ മതിയായിരുന്നു. നമ്മളെ എവിടെയും ചെന്ന് നിർത്തുന്നിടത്ത് ഇരുന്ന് വലിക്കായിരുന്നു. ഇത് എന്തിന്റെ വെച്ചാ? നമ്മുടെ നെല്ലിന്റെ അല്ല, ചോളത്തിന്റെ. ഇതൊക്കെ ചോളം വെട്ടിയിട. റെയിൽവേ ഓവർ ബ്രിഡ്ജിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. കണ്ണാടിയൊക്കെ എടുത്തു വെച്ചോ? മൊത്തം കമ്പനിക്ക് വെച്ചാ ഞാൻ. അതിന് മാത്രമുള്ള ഇതിലൊന്നും ഇല്ലല്ലോ. ഇല്ല. നമുക്കേ ഇനിയിപ്പം UP വരെ നമുക്ക് വലിയ കയറ്റമൊന്നും ഇല്ലല്ലോ. മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിന്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ചെറിയ കയറ്റം.
സ്പീഡ് വരുന്ന ഇങ്ങനെ വരുമ്പോ അവിടെ ഹബ്ബാണ് പിന്നെയും ചവിട്ടും. അതെ, അത് ഇവിടെ നിന്നല്ല, എല്ലായിടത്തും ഹമ്പുണ്ട്. ശരിക്കും പറഞ്ഞാലേ നാഷണൽ ഹൈവേയിൽ ഹമ്പ് പാടില്ല എന്നൊക്കെ ഉണ്ട്. ഇത് ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഇത് പോക്കറ്റ് റോഡ് ചെറിയൊരു റോഡാണല്ലോ, അവിടെ വലിയ ഹമ്പ് ഹൈവേയിൽ ഉണ്ടാക്കി വെച്ചേക്കാം. അപ്പം അതേസമയം പോക്കറ്റ് റോഡിൽ നിന്ന് അവിടെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചാൽ മതി, വരുന്നവർ ശ്രദ്ധിച്ചു വന്ന് കയറിക്കോളൂ. എത്ര കോടിക്കണക്കിന് രൂപയുടെ ഡീസലാണ് വെറുതെ കത്തിപ്പോകുന്ന. ഇതിനൊക്കെ ക്ഷാമോ ഇപ്പൊ. ഞാനൊന്ന് ടോപ്പ് ഗിയറിൽ ഇങ്ങനെ വരുമ്പോ അവിടെ ഹമ്പാണ്, പിന്നെയും നിർത്തി ഞാൻ സെക്കൻഡ് ഇട്ട് പിന്നെയും സെക്കൻഡും ചിലടത്ത് ഫസ്റ്റും കൊടുക്കണം. ചിലതാണെ ഫസ്റ്റും വേണം, അല്ലേ സെക്കൻഡ് കൊടുത്ത് പിന്നെ പതുക്കെ പിന്നെ ഇങ്ങനെ വരും. അപ്പൊ അടുത്ത ഹമ്പ് വരും. അതിപ്പോ നമുക്ക് ഇത് മറ്റേ 9+ ഗിയർ വണ്ടികളുണ്ടല്ലോ, അതായത് ടിപ്പറൊക്കെ, അത് പിന്നെ ഒന്നേന്ന് തുടങ്ങണം. അത് ഡീസൽ എത്ര വെറുതെ തീരുന്നത്. സത്യം കേട്ടോ. കുഴൽക്കിണർ വണ്ടികളുണ്ടോ? ഇപ്പം വേനലായി കഴിഞ്ഞാൽ കുഴൽക്കിണറുകളുടെ ബഹളമായിരിക്കും. ചില സ്ഥലങ്ങളിൽ ഇപ്പം കുഴൽക്കിണർ കുത്തുമ്പോൾ ഇഷ്ടംപോലെ വെള്ളമായിരിക്കും, പക്ഷെ കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഇല്ലാതാവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് വീണ്ടും പുതിയ കിണറുകൾ കുത്തും ആൾക്കാർ. അത് ഒത്തിരി ആഴത്തിലായിരിക്കും. 1300, 1400, 1600. ആ പിന്നെ ഡ്രൈവർ ഇവിടെ ഏറ്റു നിന്നാ വണ്ടി ഓടിക്കുന്ന കേട്ടോ. രണ്ടുപേരും രണ്ടു വഴിക്കാണോ പോകുന്നത്? അതെ, ഇത് മണൽ കയറ്റുന്ന കളവണ്ടിയാ. ഓടി 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 വരുന്നു, മണിയൊക്കെ കിളി. അവരെ ലോഡ് ഇറക്കി വെച്ച് അടുത്ത ലോഡ് കയറ്റാൻ പോവാ. ഇതുണ്ട് ഈ 12 വീലിലും 10 വീല് വണ്ടിയിലൊക്കെ ചാണകം എവിടുന്ന വരുന്നുണ്ട്. ഒത്തിരി വണ്ടിയൊക്കെ ഉണ്ട് ഇപ്പം. അകലെന്ന് തന്നെ ആയിരിക്കുമല്ലോ, ഇവിടെ അടുത്ത് തന്നെയൊക്കെ ആയിരിക്കും. ഇവിടെ എല്ലാം പശു വളർത്തലുണ്ടല്ലോ ഇഷ്ടം പോലെ. ഈ സ്ഥലത്തിന്റെ പേരാണ് ഹൊലാൽകെരെ. ഹൊലാലാണോ ഹലാലാണോ? ഹൊലാൽ. ജജ്രു. സ്ഥലപ്പേര് വായിക്കാൻ ഇത്തിരി കഷായപ്പെടും, നാക്കൊളുക്കുമല്ലോ. ഈ സ്ഥലത്തെ പ്രശസ്തമായ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ആ, ഇവർക്ക് വണ്ടി ഇടാൻ ഷെഡില്ല, പക്ഷെ അവിടെ വെയിറ്റിംഗ് ഷെഡ് പോലെ ഒരു ഷെഡുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും ഇവിടെ ഇരുന്ന് എന്തോ കളികളിലൊക്കെ ഏർപ്പെടുന്നു. അല്ല ചുമ്മാ ഇരിക്കല്ലേ ഡ്രൈവർമാരൊക്കെ, ഓട്ടോ പോയാൽ മതിയല്ലോ. ഈ ബിൽഡിംഗ് ഉണ്ടോ, പഴയ ഒരു ബിൽഡിംഗ് ഉണ്ടോ, എല്ലാം പോയി. റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് കണ്ടാൽ വലിയ കയറ്റം പോലെ തോന്നുകയില്ല അല്ലേ? കണ്ടാ ഏറ്റവും പുറകെ വരുന്ന വണ്ടിയില്ല ഇത്, അത് ആടിനെ കൊണ്ടുപോകുന്ന വണ്ടിയാ. കണ്ടോ, ഞാനവിടുത്തെ ഫ്രണ്ട് കണ്ടപ്പോ ബസ്സായിരിക്കും. ബസ് പോലെ. ഈ കയറ്റം കയറുമ്പോഴേ ഈ ലിഫ്റ്റ് അങ്ങോട്ട് പൊക്കി വെക്കണം, അപ്പൊ ഇച്ചിരി കൂടെ ഒരു മൂവിങ് കിട്ടും. ആര് കേൾക്കാം, നമ്മള് പറഞ്ഞ ആരും കേൾക്കും. അതിനെ ഒരു വിലയില്ലെന്നേ. നല്ല വില ഉണ്ടല്ലോ. ആ അങ്ങനെ പറയാതല്ലേ, ചെവിക്ക് ഒരു കുഴപ്പമില്ല. ശരിയാ, ചെവിക്ക് കണ്ണിനും ഒന്നും ഒരു കുഴപ്പമില്ല. റിയാക്ഷൻ തരുന്നില്ലെന്നേ ഉള്ളൂ. അതെ, വെറുതെ ഇരിക്കുമല്ലോ, നമുക്കൊരു ആപ്പിൾ കട്ട് ചെയ്ത് കഴിക്കാം. ചുമ്മാ ഇരിക്കുമ്പോ അങ്ങനെ പലതും തോന്നും. വെറുതെ എന്തിനാ ഈ ആപ്പിൾ മേടിച്ചു വെച്ചോണ്ട്, നല്ല നീരുള്ള ആപ്പിൾ, അത് ഫ്രഷ് ആപ്പിളാണ്. ഇപ്പൊ കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന കഴിച്ചോ. കാശ്മീരിലെ ആപ്പിൾ ആയിരിക്കും, അതിന്റെ സീസണൊക്കെ കഴിഞ്ഞു. കുറച്ചു നേരം കുഴപ്പമില്ലായിരുന്നു, വീണ്ടും കൂവല് തുടങ്ങി. ഒരു ചുളക്ക് 4 രൂപ. ഒരു ചുളക്ക് 4 രൂപയോ? 20 രൂപയ്ക്ക് 5 എണ്ണം. ദൈവമേ, എന്നാ പിന്നെ വലിയ പാത്രം കൊണ്ടുവരണ്ടായിരുന്നല്ലോ. മധുരം ഉണ്ട്, നല്ല. ഞാൻ ഒരെണ്ണം എടുത്ത് സാമ്പിൾ കഴിച്ചു നോക്കി. ആണോ? ആ, പിന്നെ വിഷമില്ലാത്തല്ലേ, അതുകൊണ്ട് കുറച്ച് അത് നോക്കണ്ട, നമുക്ക് ആവശ്യമുള്ള മേടിക്കേ. ഇത് എവിടുന്ന് കൊണ്ടിരുന്ന ചക്ക ചോദിച്ചേ? എവിടുന്ന് കൊണ്ടിരുന്ന ചക്കയായത്? ചക്ക എവിടുന്നാ? കിതർ. ഓ, കന്നഡ നൈ. മറ്റേ മണിച്ചിത്രത്താഴിനകത്ത്, തേന്മാങ്കമ്പത്തിനകത്ത് വഴി ചോദിക്കുന്നതല്ലേ ലാഡേട്ടൻ. ഇത് എവിടുന്നാ? പുള്ളി ചക്കയുടെ പേരാ പറഞ്ഞ, കന്നഡയിലുള്ള പേരാ പറഞ്ഞത്. അല്ല, ഇത് ലോക്കൽ ആണോന്ന് ചോദിച്ചാ മതി. അത് മതിയായിരുന്നു, ലോക്കൽ. ലോക്കല്ലേ. कन्नड़ में क्या बोलता है? नाम अरसिनकाई, अरसिन हन्नु. तेलुगु नहीं, मलयालम. केरला. मलयालम में चक्का.
ಅದು ಲಾರಿ ಡ್ರೈವಿಂಗ್ ಮಾಡ್ತಾರೆ ಇರುವ ಅವರು ಯಜಮಾನ್ರೇನ ആ ഹസ്ബൻഡ് ಯಾವ ಕಡೆ ಯಾವ ಕಡೆ കേരള ಮಲಯಾಳಂ ಕುಟ್ಟಿ ಕುಟ್ಟಿ കുട്ടി ಕೇರಳ ಕುಟ್ಟಿ ಅಂತ ಏನೋ ಅಂತಾರೆ കേരള ಕುಟ್ಟಿ ಕುಟ್ಟಿ ಅಂತ കുട്ടി ചോട്ട ಕೇರಳ ಕುಟ್ಟಿ ಕುಟ್ಟಿ ಏನೋ ಅಂತಾರೆ ಕೇರಳ ಮಲಯಾಳಂ കുട്ടി മലയാളം എടുത്തോ. കുട്ടി എന്ന് പറഞ്ഞാൽ എടുത്തെടുത്തു. കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പിള്ളേരെ കുട്ടി എന്ന് വിളിക്കല്ലേ, അതായിരിക്കും ഉദ്ദേശിച്ചത്. ಅಲ್ಲ 100 രൂപയ്ക്കുള്ളത് മേടിച്ചു. 25 എണ്ണം, 25 ചുളയ്ക്ക് 100 രൂപ. ഓ കുഞ്ഞു ചക്കക്കുരു കേട്ടോ, അല്ലെ ഇത് ചാറുകറിയൊക്കെ ആയിരുന്നു. 25 എണ്ണം അല്ലേ ഉള്ളൂ. അത് മതിയായിരുന്നു, നമുക്കുള്ള ഇഷ്ടം പോലെ. അത് ചക്കക്കുരു മാങ്ങ ഒക്കെ ആയിരുന്നു. ആ മാങ്ങയും കൂടെ പറിച്ചാൽ മതി വഴിക്കുന്നല്ലേ. കപ്പളത്തോട്ടം. അത് അതിനകത്തും കമുക തൈ വെച്ചിട്ടുണ്ട്. കമുകയുടെ ഇടയ്ക്ക് കപ്പളം വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇത് നല്ല മെറൂൺ കളർ മണ്ണ്. കുറച്ച് മുമ്പുള്ളിടത്തെല്ലാം കറുത്ത മണ്ണായിരുന്നു. ചക്കപ്പഴം കഴിച്ചേ വയറ് നിറഞ്ഞു. ഇന്ന് ചോറിനുണ്ട് ചെയ്യും. മുത്തധികം കഴിച്ചില്ല, നമ്മളാ കഴിച്ചത്. ഇത്ര കഴിക്കാമല്ലോ, 3-4 വർഷം ഉണ്ട്. വേണേ കഴിച്ചു കേട്ടോ. വേണോടോ? വേണ്ട വേണ്ട, എന്റെ വയറ് നിറഞ്ഞിരിക്കുക. ഇല്ലെങ്കിൽ ഞങ്ങള് തീർക്കും ഇപ്പൊ തന്നെ. തീർത്തോ? എന്നാ പറയാനാ, കുറച്ച് വെച്ചായിരുന്നു, വൈകിട്ട് നമുക്ക് അട ഉണ്ടാക്കാം. ചക്കപ്പഴേ എന്തേരം കഴിച്ചാലും മടുപ്പില്ല. അതിങ്ങനെ പാത്രത്തിലിരിക്കുമ്പോഴേ ഇങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും, മാറ്റി വെച്ചില്ലെങ്കിൽ അത് തീരുന്നവരെ. പണ്ട് ഞാൻ ഓർത്തോണ്ടിരുന്നേ, എന്ന് പറഞ്ഞാൽ കേരളത്തിന് വെളിയിൽ പോകാതിരുന്ന കാലത്തൊക്കെ ഓർത്തോണ്ടിരുന്നേ ചക്കയൊക്കെ കേരളത്തിൽ മാത്രം ഉണ്ട് എന്നുള്ളതാണ് ഓർത്തേ. വേറെ ഒരിടത്തും കാണുകയായിരുന്നു ഓർത്ത്. അത് നമ്മുടെ അവിടുത്തെ കാട്ടി കൂടുതൽ തമിഴ്നാട്ടിലും ബാക്കിയുള്ള ചില. അപ്പൊ ഇത് ചിത്രദുർഗയായി. നമുക്ക് ഈ വഴിക്കാ പോകണ്ടേ. നമുക്ക് ആദ്യം ഭാരത് ബെൻസ് കമ്പനി പോയിട്ട് വരാം, വർക്ക്ഷോപ്പിൽ പോയിട്ട് വരാം. അതുണ്ടാകും. മലയിലോട്ട് നോക്കി കല്ല് പെറുക്കി കൊണ്ടുവന്നിട്ടാണോ അത്? പെറുക്കി അടുക്കി വെക്കുന്ന പോലെ ഉണ്ടല്ലേ. വെൽക്കം ടു ചിത്രദുർഗ, സിറ്റി ഓഫ് ഫോർട്ട്. ഇവിടെ വലിയൊരു ഫോർട്ട് ഉണ്ട്, ചിത്രദുർഗ ഫോർട്ട്. പിന്നെ വേറെ ഫോർട്ട് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കോട്ടകളുടെ സിറ്റി ആണല്ലേ. അതെ. കണ്ടോ എന്നാ വലിയ ഉരുളങ്കല്ലാന്ന് നോക്കി. ഇതെല്ലാം കീറാൻ പറ്റുന്ന കല്ലുകളാ. ഈ വേലിക്കലിനൊക്കെ കീറിയിട്ടുണ്ട്. അല്ല അടന്നു പോയതാന്ന് തോന്നുന്നു. അതടന്നു പോയായിരിക്കും. കീറാൻ പറ്റുന്ന കല്ലുകളാ. എന്നാ വലിയ കല്ലുകളാ. എന്നാ വലിയ കല്ലുകളാന്ന് നോക്കി. ഇത് ഉരുളൊക്കെ പൊട്ടുമ്പോ ഇങ്ങനെ വരത്തില്ലേ വലിയ കല്ലൊക്കെ എന്ന് പറഞ്ഞാൽ അതിലും വലിയ കല്ല്. ഇതേ കോട്ടകളുടെ നഗരമല്ല, കല്ലുമലകളുടെ നഗരം. നോക്കി അങ്ങോട്ട് എന്തോരം നോക്കി. എല്ലാ മലകളും അതുപോലെ. അതെ, നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ആയിരുന്നു. പുള്ളി വന്ന് പറഞ്ഞു ഇതിലെ നോ എൻട്രിയാ, അപ്പുറത്തോടെ കറങ്ങി തന്നെ പോകണം. അതെ അതെ, ഞാൻ ചോദിച്ചില്ലേ അവിടുന്ന്. ഭാരത് ബെൻസിന്റെ ഞാനോർത്ത് ഇവിടെ ഈ വഴിയിൽ എവിടെയെങ്കിലും ആയിരിക്കും എന്ന് ഓർത്തു. ഇവിടെ വന്നിട്ടില്ല നമ്മള്. അവിടെ തിരിച്ചോ, യു ടേൺ എടുത്തു. ലിഫ്റ്റ് പൊക്കി വെക്കണേ. ശകലങ്ങി കയറി വന്നപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് വലിയ തിരക്കില്ലെങ്കിൽ താങ്ക് യു, വിസിറ്റ് അഗൈൻ. അപ്പോൾ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. കയറിയ പോലെ തന്നെ നമ്മളൊരു 1/2 കിലോമീറ്റർ അങ്ങ് പോയിട്ട് തിരിച്ച് വന്ന് ഇറങ്ങി. കാറും കൊണ്ടാണെങ്കിൽ പിന്നെ വരാം. കാറും കൊണ്ടോ വല്ല ബസ്സും കൊണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് നേരെ കയറിപ്പോയായിരുന്നു. ലോറി ആയതുകൊണ്ട് അതിലേ പോകാൻ പറ്റിയല്ല, നോ എൻട്രി ആണ്. പണ്ടുണ്ടല്ലോ 15-ാം നൂറ്റാണ്ടിലൊക്കെ ഇവിടെ ഈ കല്ലിനക്കോട്ടെന്നായിരുന്നു ഈ സ്ഥലത്തിന്റെ പേര്. ഇപ്പൊ കണ്ട കല്ലല്ലേ നിറച്ചും. അതും ചിത്രദുർഗയായിട്ട് ഒരു ബന്ധമില്ലല്ലോ. അങ്ങനെ പേരുണ്ടായിരുന്നു. ചിത്രദുർഗ എന്ന് നല്ലൊരു പേരല്ലേ. നല്ല പേരാ ചിത്രദുർഗ ഫോർട്ട്. നല്ല ഫോർട്ടാ. അപ്പൊ നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകണ്ടല്ലേ, ഇതിലെ നേരെ അങ്ങ് പോയാൽ മതിയായിരുന്നു. അതെ. ഈ സ്ഥലപ്പേരിന്റെ കല്ലിനക്കോട്ടോ. അതുകൊണ്ടാ ഇതുപോലെ കല്ലിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ. ആയിരിക്കും. വേദവതി നദിയുടെ തീരത്താണ് ഈ ചിത്രദുർഗ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. പടത്തലവനാണോ നിൽക്കുന്നത് വാളും പരിചയമൊക്കെ കൊണ്ട്? ഇവിടുത്തെ രാജാവിന്റെ ആയിരിക്കും. രാജാവാണോ? ആയിരിക്കും അല്ലേ. അവിടുന്ന് 4 ലൈൻ ഇങ്ങോട്ട് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇതെല്ലാം പണി തീർന്നായിരിക്കും. ഒന്നും ആയില്ല. ഇവിടെ ലോറി ഓഫീസാ. വണ്ടി ലോറി പാർക്ക് ചെയ്യുന്ന ഗ്രൗണ്ടാണ്. എത്ര വണ്ടി കിടക്കുന്നെന്ന്. ഫ്ലൈ ഓവറുകളൊക്കെ പണിത് വരുന്നതേ ഉള്ളൂ. ഒറ്റ ലൈനേ ഉള്ളൂ. ചിത്രദുർഗ ടൗൺ ആയി റൈറ്റ് സൈഡ്. ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. വെൽക്കം ടു ചിത്രദുർഗ സിറ്റി ഓഫ് ഫോർട്ട്. ചെറിയൊരു അമ്പലം. JMIT ക്യാമ്പസ്, SJM ക്യാമ്പസ്, കോളേജ്, ശ്രീ
ജഗദ്ഗുരു മുരുകരാജേന്ദ്ര യൂണിവേഴ്സിറ്റി ചിത്രദുർഗ. എത്ര വണ്ടികളാണ്, കാലി വണ്ടികൾ ഇറക്കുന്നുണ്ടോ? ലോഡ് ഇറക്കിയിട്ട് കിടക്കുന്നതായിരിക്കും. ലോഡ് ഇറക്കിയിട്ടോ ഇല്ല, ഇനി പറഞ്ഞ പോലെ എന്തെങ്കിലും ലോക്കൽ ലോഡുകൾ കയറ്റാൻ കിടക്കുന്നതാണെന്ന് തോന്നുന്നു. പോലീസ് സ്റ്റേഷനാണ്, ചിത്രദുർഗ റൂറൽ പോലീസ് സ്റ്റേഷൻ. നമുക്ക് ഇതിലാ പോകണ്ടേ, താഴത്തെ ഹൈവേ കൂടെ പോകണ്ടേ. ആ മലയുടെ മുകളിലേക്ക് നോക്കിയാൽ കുറേ കാറ്റാടി, എല്ലാം അനങ്ങാതെ നിൽക്കുന്നു. എല്ലാം നിർത്തി വെച്ചേക്കാം. എല്ലാം ചിത്രദുർഗയുടെ ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മൾ ചിത്രദുർഗ ഭാരത് ബെൻസിൻ്റെ ഷോറൂമിലെത്തി, വർക്ക്ഷോപ്പിലെത്തി. അപ്പോൾ ഇവിടെ ഒതുക്കിയിടാൻ പറഞ്ഞു. ലഞ്ച് ടൈമാണ്, അപ്പം ആൾ വരും. അല്ലേ, കിലോമീറ്ററൊക്കെ എഴുതി അതിനകത്തിടാൻ സ്ഥലം കുറവാന്ന് തോന്നുന്നത്. ക്ലാസ്സാക്ക്, കിലോമീറ്ററൊക്കെ പറഞ്ഞു കൊടുക്കുക. കിലോമീറ്റർ ചോദിക്കുന്നതിലും എളുപ്പം പുള്ളി അത് നോക്കി എഴുതിക്കോളൂ. 16631 10 ലക്ഷത്തിൽ ഹവാഴ്ച ആണ്ടായാലും മാറ്റിയാ. 30,400 മണിക്കൂർ. ആ, കിലോമീറ്റർ 10,16,000 ആയില്ലേ? കംപ്ലൈന്റ് പറഞ്ഞു കൊടുത്തോ? കൂളന്റിലേക്കും പറഞ്ഞു, സെൻസറിന്റെ കംപ്ലൈന്റ് പറഞ്ഞു. അത് ലീക്കായിട്ട് അടിക്കുന്നതല്ല, ഫുള്ളുണ്ടായാലും അടിക്കുന്നു. ആ അതെ, ഇൻഡിക്കേറ്റർ ഇടുമ്പം അത് ഇൻഡിക്കേറ്റർ ഇടുമ്പോഴല്ല, പാർക്ക് ഇടുമ്പം അത് അവിടെ പറഞ്ഞാൽ ഇനിയിപ്പോൾ ആൾ വരും, അന്നേരം എഴുതിയാൽ മതി പറഞ്ഞാൽ. ക്യാബിൻ പൊക്കണം, അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കണം. ഇല്ലെങ്കിലേ അല്ല ഇരുമ്പ് കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ഗ്ലാസ്സിലേക്ക് അടിച്ച് ഗ്ലാസ് പൊട്ടാനുള്ള സാധ്യതയുണ്ട് ക്യാബിൻ പൊക്കുമ്പോൾ. ബാഗ് ആ പാത്രമൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെക്കാം. ആ ട്രൈ ഇങ്ങോട്ട് വെച്ചോ, ഇവിടെ വെച്ചോ. മുകളിൽ ആ തട്ട വല്ല ഇരിപ്പുണ്ടോ? ഞങ്ങളെ ഓഫീസിൽ പോയിരിക്കാം, കുറച്ച് വീഡിയോസ് ഒക്കെ സെൻഡ് ചെയ്യാനുണ്ട്. അവിടെ പോയിരുന്നു. അപ്പം പണി തീരുമ്പോഴത്തേക്കും വിളിക്കും. അല്ല ഞാനും അങ്ങോട്ട് വരും, എവിടെ നിൽക്കേണ്ട കാര്യമില്ല. അതെ, ഇത് വലിയ സമയം എടുക്കുകയല്ല, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാവും. മിക്കവാറും ആ ഹോസ് ക്ലിപ്പിൻ്റെയും പിന്നെ സെൻസർ പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്, എങ്ങനെയാണെന്നറിയില്ല, നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു റേഡിയേറ്റർ ഹോസ് ഡാമേജ് ആയതാണ്. അപ്പോൾ അത് ക്ലിപ്പിനിടവഴി അതിൻ്റെ ആ ക്ലിപ്പ് വെച്ച് മുറുക്കിയേക്കുന്നിടം ചെറിയ ഹോസിന് ചെറിയ ഡാമേജ് ഉണ്ട്. അതിലെയാണ് കൂളൻ്റ് ലീക്കായിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ലീക്കേ ഉള്ളൂ. ഇതുണ്ട്, ഇതെല്ലാം കൂളൻ്റ് ലീക്കായി ഒഴുകിയേക്കുന്നതായി കാണുന്നത്. പക്ഷേ കൂളൻ്റ് അധികം കുറവൊന്നും ഇല്ലായിരുന്നു. ഒരു 1.5 ലിറ്റർ ഇവർ ഒഴിച്ചപ്പോഴത്തേക്കും ടാങ്ക് ഫുള്ളായി. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞു. ഇന്ന് ട്രയൽ പോയി നോക്കാമെന്ന് പറഞ്ഞാൽ റേഡിയേറ്റർ ഹോസ് പോയതായിരുന്നു, റേഡിയേറ്റർ ഹോസ് മാറി. ഓടിച്ച് കംപ്ലൈൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇൻഡിക്കേറ്ററിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അത് സെറ്റായി. കൂളൻ്റെ ഇനിയിപ്പോൾ അത് അലാറം അടിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇവിടെ തിരിച്ചോ. അത് ഇച്ചിരി വലത്തോട്ട് കയറ്റി എടുക്കണേ. അത് അലാറം അടിച്ചോണ്ടിരുന്നേ കൂളൻ്റ് കുറവായിട്ടായിരുന്നു പറഞ്ഞത്. ആ, ഇപ്പം നമ്മൾ വന്നപ്പോൾ 2 ലിറ്റർ മുകളിൽ കുറവുണ്ടായിരുന്നു. നേരത്തെ പക്ഷെ നമ്മൾ 1 ലിറ്റർ ഉള്ളായിരുന്നു, അന്നേരം അലാറം അടിച്ചു. അന്ന് നല്ലതല്ലേ, വെള്ളം കുറഞ്ഞ അന്നേരം അലാറം അടിക്കും. പണ്ട് പഴയ വണ്ടിയിലൊക്കെ ഇതൊന്നും ഇല്ല. എന്നിട്ട് എന്ത് സംഭവിക്കുന്നത്, വെള്ളം കുറയുന്നൊന്നും അറിയില്ല, മീറ്റർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഹീറ്റ് മീറ്ററൊക്കെ കൂടുന്നോ അറിയത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യും, എൻജിൻ പിടിച്ച് ചൂടായ വണ്ടി നിൽക്കുമ്പോഴേ അറിയുള്ളൂ. നമുക്ക് ഇതിലേ പോകണ്ടേ, ഇതിലേ ഇപ്പോൾ അതിലേ വന്നിട്ട് ഇതിലേ ഇങ്ങനെ കറങ്ങി അങ്ങോട്ട് ചെല്ലാന്നാ പറഞ്ഞത്. നോക്കിയോ, ചെമന്തിപ്പൂ ഉണ്ടോ? ഇടയ്ക്കൂടെ വെള്ളയുണ്ട് കേട്ടോ, പക്ഷെ മഞ്ഞയോ കൂടുതൽ. ആ അതെ, ഈ സൈഡിലല്ല. അതെ അതെ. അപ്പോൾ വണ്ടിയൊക്കെ ഓടിച്ചു നോക്കി, എല്ലാം സെറ്റായി, കുഴപ്പമൊന്നുമില്ല. അതായത് നമ്മുടെ റേഡിയേറ്റർ ഹോസ് ആയിരുന്നു പോയത്. ഇതുണ്ടോ, ഈ സൈഡല്ല, ഈ സൈഡ് ഇതുണ്ടോ, പഴക്കം ചെന്നോ? ആ ഇതിങ്ങനെ പഴകുമ്പം റബ്ബർ ഹോസ് അല്ലേ ഇത്. അപ്പം ഇതിന് പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ. അതിങ്ങനെ ശകലം ഇതുണ്ടോ, ഈ ക്ലിപ്പ് ഇരുന്ന ഇവിടെ കണ്ടോ, ഈ ഇതിലെ ചെറുതായിട്ട് ഇതിലെ ഇങ്ങനെ വെള്ളം ലീക്കാവുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഹോസ് അങ്ങ് മാറി, ഇപ്പം പ്രശ്നം തീർന്നു. പിന്നെ അലാറം അടിച്ച് ഞാൻ ഓർത്തു വെള്ളം ഉള്ളപ്പോഴും ഇടയ്ക്ക് അടിക്കുന്ന പോലെ തോന്നി. പക്ഷെ അതല്ല, വെള്ളം ലെവൽ താഴ്ന്നിട്ട് ആർത്തു. നോക്കുമ്പോൾ വെള്ളം ഉണ്ട്, കൂളൻ്റ് ഉണ്ട്, 1 ലിറ്ററൊക്കെ കുറവുള്ളൂ.
പക്ഷെ അതല്ല, കുറഞ്ഞാൽ അന്നേരം തന്നെ അലാറം അടിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ലതാ. നമുക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ടായാലും അതെ അതെ, വണ്ടിക്കൊന്നും പറ്റിയല്ല. അതാണ് എൻജിൻ സേഫാണ്. കാര്യം മനസ്സിലാക്കല്ലോ. അതെ. ഇനിയിപ്പോഴേ വണ്ടിയുടെ സൈഡിലൊന്നും തണലൊന്നും ഇല്ല, വണ്ടിക്കകത്തിരുന്ന് കഴിക്കാം. ഇഷ്ടംപോലെ ആട് നിൽക്കുന്നു. ചോളം പറ്റിയതാന്ന് തോന്നുന്നു അല്ലേ അവിടെ? ആ പിന്നെ കഞ്ഞി കുടിക്കുന്നുണ്ടോ? ആ കഞ്ഞി കുടിക്കാം. കഞ്ഞി കഞ്ഞി അച്ഛനും മോക്കും അച്ചാറോ ഉപ്പോ ഒക്കെ മതി എന്നല്ലേ പറഞ്ഞു? മതി മതി മതി, എടുത്തോ. അപ്പോൾ ഉണ്ടായിരുന്ന കഞ്ഞിയൊക്കെ കുടിച്ചു. കുഴപ്പമില്ലായിരുന്നു അല്ലേ? പഴയ കഞ്ഞിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ആ ഇല്ലായിരുന്നു. അതിനറിയാം, തണുപ്പായതുകൊണ്ടുകൂടെ. ആ ഇപ്പം തണുപ്പല്ലേലും വണ്ടിക്കകത്തിരുന്നാൽ വലിയ പ്രശ്നം വരാറില്ല. മുംബൈ 799, പൂനെ 658, ദാവൺഗര 78. ഇത് NH 48, അതായത് ഡൽഹി ചെന്നൈ ഹൈവേയാ. ഇത് ഇവിടെ ഒന്ന് നിർത്തിക്കേ. ഇത് ഏതാണ്ട് ചെടിയാണെന്ന് തോന്നുന്നു, ചെറിയ പൂവൊക്കെ കാണുന്നുണ്ട്. അത് കണ്ടിട്ട് ചെടിയായിട്ട് തന്നെയല്ലേ തോന്നുന്നത്? അല്ല, ആദ്യം ഞാൻ ഓർത്തോണ്ടല്ലോ പുതിനേലയാന്ന് തോന്നുന്നു, ഓർത്തു. പക്ഷെ അങ്ങോട്ട് അപ്പുറയൊക്കെ നിൽപ്പുണ്ട് അതിൻ്റെ പൂക്കൾ. നമുക്ക് ഈ ഇപ്പുറത്തുണ്ടെങ്കിൽ നിർത്താം. ഇവിടെ ഇറങ്ങാനാണോ? ആ ഇവിടെ ഇറങ്ങാനോ, ഒന്ന് നിർത്തിക്കുക. എന്നാന്നറിയണ്ടേ പിന്നെ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഇതൊരു ചെടിയാട്ടോ. ഇതേ പൂക്കളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതേ പൂക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളിത്. ഇതെല്ലാത്തിൻ്റെയും ചോട്ടിൽ കൂടെ പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട് നനയ്ക്കാനായിട്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്നെ പച്ചപ്പല്ലേ, നല്ല പച്ചപ്പതുണ്ട്. ഇത് പൂക്കളൊക്കെ കുറച്ച് പറിച്ചാന്ന് തോന്നുന്നു. ഇത് കുറച്ചായതാ, അത് തയ്യ. അവിടെ എന്നെ തിക്കായിട്ടാണ് നിൽക്കുന്നത് അല്ലേ? ആ ഇതിനകത്തോട്ട് ഒന്നും കാണത്ത പോലും ഇല്ല, എത്രയും നല്ല ഇതായിട്ട് നിൽക്കുന്നു. നല്ല നല്ല രസം അല്ലേ? ഇതിന് നല്ലൊരു സ്മെല്ലും ഉണ്ട്. ഈ റോസപ്പൂവിന്റെ ഒരു മണം ഇല്ലേ, മറ്റേ നാടൻ റോസയുടെ ഒരു മണം ഉണ്ട് ഇതിന്. അത് ശരിയാ, റോസപ്പൂവിന്റെ ഒരു മണം. അതുണ്ടോ, കുഞ്ഞു റോസപ്പൂവിന്റെ മണം അല്ലേ? പൂവുണ്ടോ, നല്ല ഭംഗിയുണ്ടാവും. ഇതിന്റെ പേരറിയത്തില്ല, ഗൂഗിളിൽ നോക്കിയിട്ട് തന്നെ പെലഗോണിയോന്നങ്ങണ്ട കണ്ടത്. അതെന്ത് പേരാണോ? അതെ, പക്ഷെ നമ്മുടെ അവിടെ ഇതിനോട് സാമ്യമുള്ള ഒരു ചെടിയുണ്ട് നമ്മുടെ അവിടെ. ഇത് കൊലച്ച് നല്ലപോലെ ഉണ്ട്. അതുകൊണ്ടോ നിറയെ പൂക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. അങ്ങോട്ടൊക്കെ പൂക്കളുണ്ട്. അവിടെ നിൽക്കുന്ന മുരിങ്ങയിലൊക്കെ ഇതുണ്ട്. ഇവിടെ മുരിങ്ങക്കായ നിൽപ്പുണ്ട്, ചക്കക്കുരു കയ്യിലുണ്ട്. നമുക്കൊരു ഇച്ചിരി മാങ്ങായും കൂടെ കിട്ടുകയാണെങ്കിൽ ചക്കക്കുരുവും മാങ്ങായും മുരിങ്ങക്കായും കൂടെ കറി വെക്കാം. മാങ്ങ മാവിലുണ്ട്. മാങ്ങായി കറക്റ്റ് കേട്ടോ. പോയി വണ്ടി കയറിക്കോ പെട്ടെന്ന് തന്നെ. ഒരെണ്ണം പറിച്ചാലോ? നേരെ നോക്കി നടന്നോ. അതെ, വലിയ കല്ല് കയറിയിരിക്കുന്നേ. വലിയ കല്ലോ? ആ അതിപ്പോ ആരാ ഈ വണ്ടി ഓടിച്ചോണ്ടേ? ആരാ ആരാ? അച്ഛേ ഫോൺ ചെയ്യാൻ പോയി. എന്നാ പിന്നെ ഞാൻ അങ്ങ് കയറിയേക്കാം. കയറിക്കോ. അങ്ങനെ നമ്മൾ വണ്ടിയെ വരുമ്പോഴാണ് പറമ്പിലോട്ട് നോക്കിയപ്പോൾ എന്തോ വെളുത്ത് കിടക്കുന്നത്. നോക്കിയപ്പോൾ കുമ്പളങ്ങ ഇതുണ്ടോ, നല്ല വലിയ കുമ്പളങ്ങ. ഇതുണ്ടോ, ഇവിടെ നോക്കി, ഇതെന്നാ വലിയ കുമ്പളങ്ങയാന്ന് നോക്കി. ഇത് കടയിലൊക്കെ ഇരിക്കുന്നത് ഞാനും കണ്ടിട്ടുള്ളൂ കേട്ടോ. വീട്ടിലൊക്കെ ചെറിയ കുമ്പളങ്ങ ഉണ്ടായിരുന്നു. മത്തങ്ങ പോലത്തെ കുമ്പളങ്ങ. അതെ അതെ, ഇതല്ലേ ഈ പിന്നെ ഏതാണ്ട് കണ്ണ് കിട്ടാതിരിക്കാനൊക്കെ ഇങ്ങനെ ഓരോ വീട്ടിലൊക്കെ മുന്നേ കേട്ട്. പക്ഷെ ഇത്രയും വലുതല്ല കേട്ടോ, ചെറുതാ. അല്ല, വലുതും ഉണ്ട്. വലുത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ കുമ്പളങ്ങയിലൊക്കെ പ്രാണി കുത്താതിരിക്കാനേ ഇതുണ്ട്. ആ ചെടിയിലോട്ട് നോക്കി, അവിടെ ഒരു കമ്പ് നാട്ടിയിട്ട് അവിടെ ഒരു പാത്രത്തിനകത്ത് എന്തോ മരുന്നാന്ന് തോന്നുന്നു, കെട്ടി തൂക്കിയിട്ടുണ്ട്. നമുക്ക് മുകളിലോട്ട് കയറണം, ഹൈവേയിലേക്ക്. നല്ല അടിപൊളി ജമന്തിത്തോട്ടം. അത് ഒരിടത്ത് ഇറങ്ങി വെച്ച് വണ്ടിയിലോട്ട് അങ്ങ് കയറി കയറിയതാ, ഒരു 2 വണ്ടിപ്പാട് നീങ്ങിയതേ ഉള്ളൂ. അന്നേരം ഇത് കണ്ടത്. ഇത് കണ്ടില്ലേ, ഇത് ചുമന്ന ജമന്തി പൂവാ. പൂക്കടയിലൊക്കെ ഇരിക്കുന്നതാണോ ഇത്? പണ്ട് ഓർത്തോണ്ടിരുന്ന ഈ വെള്ളയും മഞ്ഞയും ജമന്തി മാത്രമേ ഉള്ളെന്ന് ഓർത്തോണ്ടിരുന്നത്. ഇപ്പോൾ ഒത്തിരി കളറുണ്ടെന്ന്. ഓറഞ്ച് കളറുണ്ട്, ഈ കളറുണ്ട്, വയലറ്റ് കളറുണ്ട്. ട്രാക്ടറിനെ ഉഴുതുമറിച്ചിട്ടേക്കുന്ന അടുത്ത കൃഷിക്കായിട്ട്. മിക്കവാറും പൂക്കൃഷിയായിരിക്കും. അതെ, നമ്മൾ വന്ന് ഹൈവേയിൽ കയറി, NH 48 കയറി. ഇതൊരു ധാബയാ, മേവാത് ധാബ. മേവാത് ധാബ ഇഷ്ടം പോലെ ഉണ്ട്. രാജസ്ഥാൻകാരാ, രാജസ്ഥാൻ ഹരിയാനക്കാരൊക്കെ ഉണ്ടെന്ന്. ചോളം ഉണങ്ങി നിൽക്കുന്നുണ്ടോ? ജമന്തിത്തോട്ടം കാലാവധി കഴിഞ്ഞ ഇത്. അതെ, NH 48 ഏത് ഹൈവേയാ? ഏത് ഹൈവേ? ഏതാ? ഡൽഹി ചെന്നൈ. അറിയാം. പഴയ NH 4 ആയിരുന്നു ഇത്. ഇവിടെ ബാംഗ്ലൂർ പൂനെ. എനിക്ക് അറിയാവുന്ന 2-3 ഹൈവേ ഉള്ളൂ. ഒന്ന് 44 ശ്രീനഗർ കന്യാകുമാരി,
പിന്നെ ഇത് ആ പിന്നെ നമ്മുടെ കൊച്ചി കൂടെ പോകുന്നത് 66 NH60 544 544 66 എങ്ങോട്ടായിരുന്നു 66 കന്യാകുമാരി പനവേൽ എന്തോ ആക്സിഡന്റ് ഉണ്ടായതാണ് ഇവിടെ. ഈ ലോറി വേറെ ഏതോ വണ്ടിയുടെ പുറയിലിടിച്ചു. അവിടെ വെച്ചിട്ടേ ഇതുണ്ടോ വേറെ വണ്ടിയുടെ പുറയിലിടിച്ച. ഹൈവേയിലേക്ക് വന്നപ്പോഴാണ് ലോറികളൊക്കെ കാണാൻ തുടങ്ങിയല്ലേ. സൂര്യൻ അസ്തമിക്കാറായി. വോൾവോയുടെ വലിയ എക്സ്കവേറ്റർ അത്. ഇന്ന് മൊത്തം കമുകായിരുന്നു, കമുക് കൃഷിയായിരുന്നു. ഇത്ര അടയ്ക്കാൻ മരം ഉണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്നറിയോ, നമ്മൾ ഈ നോർത്തിലൊക്കെ പോകുമ്പോ മുറുക്കാൻ ഇഷ്ടം പോലെ അവിടെ കൂടുതൽ നമ്മളെ മുറുക്കുന്ന കാണില്ലേ, അങ്ങോട്ടല്ല ഇവിടുന്നായിരിക്കും. അതെ അതെ അത്രയുണ്ട്, കൊറേ ഉണ്ട്. ഹോസ്പേട്ട് 134 കിലോമീറ്റർ. എന്താ കളർന്ന് നോക്കിയേ. ചൂടടിക്കാതിരിക്കാനായിരിക്കും ഈ കമുകെല്ലാം കുമ്മായം അടിച്ചേക്കുന്നത്. അതൊരു ഭംഗിയുണ്ടല്ലേ. രാവിലെ ഒരിടത്തെ ഈ കമുകയില് പാള വെച്ച് കെട്ടിയേക്കുന്ന തയ്യല് ചൂടടിക്കാതിരിക്കാൻ. വെയിലെന്ന് പറഞ്ഞ ഉച്ചക്കത്തേക്ക് ചൂട് നല്ല ചൂടാ. ഈ താഴത്തെ ഹൈവേ കൂടെ നമുക്ക് പോകണ്ടേ. മലകളും ഉണ്ടോ അല്ലേ? വളരെ കുറവല്ലേ മലകള്? നല്ല പക്ഷെ ഉണ്ടല്ലോ ചുറ്റിനും ഒരുമാതിരി മല. ഒത്തിരി വലുതൊന്നും അല്ല, ചെറിയ മലകളല്ലേ. പിന്നെ ചമ്പതിലേക്ക് ഇറങ്ങി കണ്ട. ഇങ്ങോട്ട് വരേണ്ട വണ്ടികൾ അത് എവിടെ നിന്ന് വരുന്നു? നമ്മൾ ആ വഴിക്ക് ഇറങ്ങി വന്നിട്ട് മഴ വരുന്നുണ്ട്. അതാ ഇവരുണ്ടോ അതെ അവരതുണ്ട്. അത് പാട്ടിലൂടെ എൻ്റെ മോളിൽ കയറ്റിക്കൊണ്ട് വന്നാ. ഇത് പഴുതയിടാതാ വന്നത്. മഴക്കാറ് കണ്ടുകൊണ്ട് പഴുതയിടുക. ബോഗൺവില്ല ഉണ്ടോ? നമ്മള് വന്ന റൂട്ടിലേക്ക് പോകേണ്ട വണ്ടികളാണ്. അതിലെല്ലാം തിരിഞ്ഞ് കയറുന്നുണ്ട്. ആ പോകുന്ന വണ്ടികളല്ല, ബാംഗ്ലൂർ റൂട്ടിൽ പോകാനുള്ള വണ്ടികളാണ്. ഈ ബൊഗൈൻവില്ലയുടെ ഒരു കമ്പ് മുറിച്ചോണ്ട് വരുന്നു. പിന്നെ നല്ല കൊലച്ച് പൂ ഇങ്ങനെ ഒരു പതഞ്ഞിരിക്കും. അതെ, ഭാരത് ബെൻസിൽ എത്ര രൂപയായിരുന്നു ബില്ല്? 2850 രൂപ. ഇങ്ങോട്ട് നോക്കിയാ എന്നാ മഴക്കാറാന്ന് കണ്ടോ. നല്ല മഴയായിരിക്കും മിക്കവാറും ഇങ്ങോട്ട്. മഴ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. മുത്തായി ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ നല്ല സുഖമായി. ഇനി അങ്ങോട്ട് ഇതേ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന മെഷീനാ. എന്നിട്ട് കോരി ഇടുന്ന പുത്തനല്ലേ. ഈ ക്ലൈമറ്റിൽ ഇറങ്ങി നടക്കണം. എന്നെ രസമാണ്. നായകനെ ഹട്ടി എന്നെ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആയെന്ന് നോക്കി. വണ്ടിയെ മുഴുവൻ ചെളിയാവൂല്ലോ. വണ്ടിയെ മൊത്തം ചെളിയാവും. നമ്മള് നല്ല കഴുകി നല്ല നീറ്റാക്കി കൊണ്ടുവന്നായിരുന്നു അല്ലേ. ഇതാണ് നല്ല മഴ. കിടന്ന് ഉറങ്ങുന്നുണ്ടോ? ഉറങ്ങിക്കോട്ടോ. എത്ര നേരമായി കിടന്ന് ഉറങ്ങാൻ പറയാൻ തുടങ്ങിയിട്ട്. ആയിക്കോട്ടെ, എന്നാ ഞാൻ കിടന്നുറങ്ങാം. നമുക്ക് മഴ നനയാ. ഇറങ്ങി നനഞ്ഞോ? അല്ലേ, അതാകുമ്പോ വേറെ കുളിക്കാൻ തരണ്ട. അത് ശരിയാ. നല്ല തണുപ്പ്, നല്ല കാറ്റും. ചെറിയ മഴ പെയ്യാൻ ഒരു മഴ കഴിഞ്ഞു ഇവിടെ കേട്ടോ. ഒരു മഴ കൊട എടുക്കണോ? ഓ വേണ്ട, അടുത്ത മഴ ഇപ്പൊ പെയ്യുന്നത് തോന്നുന്നു. അയ്യോ, അതുകൊണ്ടോ ഒരു വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന കുഞ്ഞൊരു വണ്ടിയല്ലേ. അപ്പം ലാച്ച പൊറോത്തായും പിന്നെ അണ്ടാക്കിമേയും ചണ മസാല. ഇത് രണ്ട് കറിക്ക് ഒരേ കളറാണല്ലോ. രണ്ട് കറി അതെങ്ങനെ ഗ്രേവി ഇല്ല, ഒന്ന് തന്നെ. അതിനകത്ത് ആവശ്യമനുസരിച്ച് ഓരോ സാധനം എടുത്തിട്ടാണല്ലോ മതി. പണിയെളുപ്പുണ്ടല്ലോ. അത് അണ്ടാക്കിമ. അതെ, ഇത് ചന മസാല കടലക്കറി. ഇത് മുട്ടക്കറി. മുട്ട ഗ്രേവിക്കകത്തോട്ട് പൊട്ടിച്ചൊഴിച്ച് ഉണ്ടാക്കുന്നത്. അത് അണ്ടാക്കിയമാന്നത്. എങ്ങനെയുണ്ട്? സെറ്റാണോ? മഴ പെയ്ത് വണ്ടിയെ മൊത്തം ചെളിയായല്ലോ. അതെ അതെ, എന്നാലും വലിയ ചെളിയില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഡിസ്കെല്ലാം ചെളിയായി. അതെ, നല്ല വഴിയെ കൂടെ വന്നു. എന്നാലും അല്ല ചെളിയാവും, നോക്കണ്ടേ. ടയർ അല്ലെങ്കിലും എപ്പോഴും എവിടെ നിർത്തിയാലും നോക്കണം. ഞാൻ ആദ്യം കൊണ്ടുവന്ന് അവിടെ വണ്ടി നിർത്തിയപ്പോഴേ ഈ കാറ്റാടി ആ സൈഡിൽ കിടക്കുന്നുണ്ടപ്പോ വിചാരിച്ചു മതില് കെട്ടിയതാണ്. അടുത്ത് വന്നപ്പോഴാ മനസ്സിലായത്. നൈറ്റ് ഓടുന്നുണ്ടോ? നൈറ്റ് ഓടുന്നൊന്നുമില്ല. എന്തിനാ നൈറ്റ് ഓടുന്നേ? നമ്മള് പിന്നെ കിടന്ന് ഉറങ്ങിയോണ്ട് നല്ലപോലെ ഉറങ്ങി. 2 മണിക്കൂർ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി. മഴയൊക്കെ പെയ്ത് നല്ല സുഖം ഉറക്കമായിരുന്നു. നല്ല തണുപ്പും. പിന്നെ സ്മൂത്ത് ആയിട്ടാ ഞാൻ വണ്ടി ഓടിച്ചത്. അതെ അതെ. അപ്പൊ ഇനിയിപ്പം എവിടെയെങ്കിലും കുറച്ചു നേരം ഓടിയിട്ട് എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് ഒതുക്കി കിടന്ന് ഉറങ്ങാം. ഇഷ്ടംപോലെ സമയമുണ്ട്. കിടന്നുറങ്ങിക്കോട്ടോ, രാവിലെ എണീക്കേണ്ടി. അതെ,
രാവിലെ കേൾക്കാതിരുന്നേക്കല്ലേ. ഞാൻ വേണേ ഇപ്പോഴും കൂടെ വേണേ രാത്രി കുറച്ചു നേരം കൂടെ ഓടിക്കാം. അതൊന്നും വേണ്ട. പിന്നെ സമയം ഇപ്പൊ 11 മണിയായി. ഒരു 1-2 മണിക്കൂർ വണ്ടി ഓടിയിട്ട് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങാം. അപ്പോൾ അതേ സമയം 12:30 ഞങ്ങളൊരു പമ്പിൽ കൊണ്ട് വണ്ടിയൊക്കെ ഒതുക്കി. അപ്പോൾ മുത്ത് നല്ല ഉറക്കമാണ്. അപ്പോൾ നമ്മുടെ നേപ്പാൾ യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.